അപ്പം എൽ ഡി ടൈപ്പിസ്റ്റിന് നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. എൽ ഡി ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടൈപ്പ് റൈറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ ടൈപ്പ് റൈറ്റർ. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയാം. നമുക്ക് ടൈപ്പ് റൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ടൈപ്പിസ്റ്റ് ക്വസ്റ്റിനിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ടൈപ്പ് റൈറ്റിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതാണ്, ഫങ്ഷൻസ് ഏതാണ്, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പാർട്സ് എന്താണെന്ന് പരിചയപ്പെട്ടതിന് ശേഷം പാർട്സിൻ്റെ ഫങ്ഷൻസ് പറയാം. അതിനെ ബേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ ടൈപ്പ് റൈറ്റർ. നിങ്ങൾ ടൈപ്പ് റൈറ്റർ കണ്ടിട്ടുണ്ടാവാം, ടൈപ്പ് റൈറ്ററിനെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് രണ്ടിൻ്റെ ഉപയോഗം ഏകദേശം ഒന്നാണെങ്കിലും ടൈപ്പ് റൈറ്ററും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാനാണ് ഈ ക്ലാസ്സിൽ കൂടുതലും പറയുന്നത്. കമ്പ്യൂട്ടറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ടൈപ്പ് റൈറ്ററിനെ കുറിച്ച് കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ ടൈപ്പ് റൈറ്ററിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പാർട്സ് ആൻഡ് ഫങ്ഷൻസ്, ആദ്യം നമുക്ക് പാർട്സ് എന്താണെന്ന് പഠിക്കാം. അതിനോടൊപ്പം തന്നെ ഫങ്ഷൻസും പറഞ്ഞു തരാം. അതിനുശേഷം അതിൽ ബേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യം പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ ടൈപ്പ് റൈറ്റർ. ഇതാണ് ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ മൂടിയെല്ലാം മാറ്റിയതിന് ശേഷമുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ. ഇതൊക്കെ ഏകദേശം നമുക്കൊരു 21 പാർട്സാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടത്, ഫങ്ഷൻസുമാണ് അറിയേണ്ടത്. അപ്പോൾ അതിലിപ്പോൾ 21 പാർട്സിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. ഇമ്പോർട്ടൻറ്റ് പാർട്സ് എല്ലാം മാറ്റി. നിങ്ങൾക്കറിയാമല്ലോ, ടൈപ്പ് റൈറ്റർ മൂടിയുണ്ട്. ആ മൂടി മാറ്റിക്കഴിഞ്ഞുള്ള സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ മെയിനായിട്ടുള്ള പാർട്സുകൾ. അതായത് ടൈപ്പ് ഗൈഡ്, റിബൺ വൈബ്രേറ്റർ, പേപ്പർ ടേബിൾ, പ്ലേറ്റൺ, പേപ്പർ ഫിംഗർ, റിബൺ സ്പൂള്, ടൈപ്പ് ബാർസ്, കീ ടോപ്പ്, ദെൻ ക്യാരേജ് റിട്ടേൺ ലിവർ, പ്ലേറ്റൺ നോബ്, ഫീഡ് റോളർ, ദെൻ റിബൺ റിവേഴ്സ് ബട്ടൺ, പിന്നെ സ്പേസ് ബാർ. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന പാർട്സുകൾ. നമുക്ക് ഈ പാർട്സുകൾ എന്താണെന്നും അതിനകത്ത് വരുന്ന ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. 1 by 1 ആയിട്ട്. പ്ലേറ്റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേറ്റൺ എ റബ്ബർ റോളർ ദാറ്റ് ഹോൾഡ്സ് ദി പേപ്പർ ഇൻ പ്ലേസ് ആൻഡ് മൂവ്സ് ലൈൻ ബൈ ലൈൻ. നമുക്ക് ഒരു ലൈൻ കഴിഞ്ഞ് അടുത്ത ലൈനിലോട്ട് ടൈപ്പ് ചെയ്ത് വരണം. അപ്പം പ്ലേറ്റൺ ചെയ്യുന്നത് എന്താണ്? ഇറ്റ്സ് എ റബ്ബർ റോളർ. ആ റോൾ ഉരുണ്ടിരിക്കുന്ന സാധനം, റൗണ്ടാണ് അതിൻ്റെ ഷേപ്പ്. റബ്ബർ റോളർ ദാറ്റ് ഹോൾഡ്സ് ദി പേപ്പർ ഇൻ പ്ലേസ് ആൻഡ് മൂവ്സ് ഇറ്റ് ലൈൻ ബൈ ലൈൻ. അതാണ് പ്ലേറ്റൺ. ദെൻ നെക്സ്റ്റ് ഈസ് ക്യാരേജ്. Carriage means what? Holds the platen and moves horizontally as you type. നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ മൂവ് ചെയ്യിക്കുന്നത് ക്യാരേജ് ആണ്. അപ്പോൾ ക്യാരേജ്. ദെൻ ക്യാരേജ് റിട്ടേൺ ലിവർ. നമ്മൾ ടൈപ്പ് ചെയ്ത് റൈറ്റിൽ വന്നു, നമുക്ക് തിരിച്ച് വരണം. തിരിച്ച് നെക്സ്റ്റ് പൊസിഷൻ, ആ തുടങ്ങിയ പൊസിഷനിൽ വരുന്നതെങ്കിൽ അതിന് റിട്ടേൺ ലിവർ വേണം. ആ റിട്ടേൺ ലിവറാണ് ക്യാരേജ് റിട്ടേൺ ലിവർ. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ദാറ്റ്? They moves the carriage back to the starting position and advance the paper. What is that? They moves the carriage back to the starting position and advance the paper. നെക്സ്റ്റ് ലൈനിലോട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ക്യാരേജ് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ക്യാരേജ് റിട്ടേൺ ലിവർ. ദെൻ നെക്സ്റ്റ് ഈസ് പേപ്പർ റിലീസ് ലിവർ. നമ്മൾ പേപ്പർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ ഫിക്സ് ചെയ്തിരിക്കണം. ആ പേപ്പർ നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ അതിന് ചരിവുണ്ട്, സ്ട്രെയിറ്റ് ചെയ്ത് വയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ശരിയല്ലെങ്കിൽ നമ്മൾ റിലീസ് ലിവർ ഉപയോഗിച്ചാണ് പേപ്പർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ലൂസൺ ദി ഗ്രിപ്പ് ഓൺ ദി പേപ്പർ ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. ലൂസൺ ദി ഗ്രിപ്പ് ഓൺ ദി പേപ്പർ ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. അതാണ് പേപ്പർ റിലീസ് ലിവർ. ദെൻ നെക്സ്റ്റ് ലൈൻ സ്പേസിങ് ലിവർ. നമുക്ക് ടൈപ്പ് ചെയ്യുന്ന ഓരോ മാറ്ററും ടൈപ്പ് ചെയ്യുന്നതിന് ലൈൻ സ്പേസിങ് മെഷർമെൻ്റ് ഉണ്ട്. ചിലത് സിംഗിൾ ലൈനിലായിരിക്കാം, ചിലത് 1.5 ആയിരിക്കാം, ചിലത് ഡബിൾ ആയിരിക്കാം, ചിലത് ട്രിപ്പിളും വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പേപ്പർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ലൈൻ സ്പേസിങ് ലിവർ ഉപയോഗിച്ച് ലൈൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടർ ചെയ്യുന്നത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. ടൈപ്പ് റൈറ്ററിൽ അങ്ങനെയല്ല, നമ്മളെല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കഴിഞ്ഞാണ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് തീരുമാനിക്കണം ഏത് ലൈൻ സ്പേസിംഗ് ആണ് നമുക്ക് വേണ്ടത്. സിംഗിളാണോ 1.5 ആണോ? അതനുസരിച്ച് നമ്മൾ ലൈൻ സ്പേസിങ് ലിവർ ഉപയോഗിച്ച് അതിൽ മെഷർമെൻ്റ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പേപ്പർ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ സെറ്റ് how many lines the carriage advances, single or double line spacing. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് പ്ലേറ്റൺ, ക്യാരേജ് റിട്ടേൺ ലിവർ, ദെൻ പേപ്പർ റിലീസ് ലിവർ, ലൈൻ സ്പേസിങ് ലിവർ.
ക്ലിയർ ആയാലും ഈ പാർട്സുകൾ അത്രയും ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം പ്ലേറ്റൺ ചെയ്യുന്നത് എന്താണ്? ഹോൾസ് ദി പേപ്പർ. Carriage എന്താണ്? Platen moves horizontally when you are typing. Then carriage return lever moves the carriage back to the starting position. Then next paper release lever loosen the grip on the paper. Then line spacing lever, how many lines the carriage advances. Clear ആയല്ലോ ഇത്? Then next escapement mechanism. എസ്കേപ്മെൻറ്റ് വീലുണ്ട്. എസ്കേപ്മെൻറ്റ് വീലിനെ കൺട്രോൾ ചെയ്യുന്നത് ലൂസ് ഡോഗ് എന്നും റിജിഡ് ഡോഗ് എന്നും പറയുന്ന രണ്ട് പാർട്ടുകളാണ്. എസ്കേപ്മെൻറ്റ് വീലിനെ കൺട്രോൾ ചെയ്യുന്നത് ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്, ഇതൊക്കെ ഇൻസൈഡ് ദി ടൈപ്പ് റൈറ്ററാണ്. അപ്പോൾ ഇവിടെ എസ്കേപ്മെൻറ്റ് മെക്കാനിസം ഉണ്ട്. അത് മെക്കാനിസം പറഞ്ഞു തരാം. ഇവിടെ കൺട്രോൾസ് ഹൗ ദി കാരേജ് മൂവ്സ് ആഫ്റ്റർ ഈച്ച് കീ സ്ട്രോക്ക്. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് എസ്കേപ്മെൻറ്റ് മെക്കാനിസം? കൺട്രോൾസ് ഹൗ ദി കാരേജ് മൂവ്സ് after each key stroke. Then type guide, the slit or area where the type slug passes through to strike the ribbon paper. Then what is the slit or area where the type slug passes to strike the ribbon or paper. Then next ribbon spools. റിബൺ സ്പൂൾസിലാണ് നമ്മൾ റിബൺ ചുറ്റി വയ്ക്കുന്നത്. റിബൺ സ്പൂൾസ് എന്താണ്? ഹോൾസ് ദി ഇങ്ക്ഡ് റിബൺ and feed it through the machine as it is used. What is? Holds the inked ribbon and feed it through the machine as it is used. Then ribbon vibrator. Ribbon vibrator lift the ribbon into position when a key is struck. അതായത് നമ്മൾ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ റിബൺ വൈബ്രേറ്റർ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ്, അതിൻ്റെ മുകളിലോട്ട് പോകും. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ ആ റിബൺ വന്ന് നിൽക്കും. നമ്മുടെ കീ സ്ട്രോക്ക് അതിൽ ചെയ്യും, അതിൽ നിന്ന് പേപ്പറിലോട്ട് പതി ഇംപ്രഷൻ. അപ്പം റിബണിനും പേപ്പറിനും ഇടയ്ക്ക് നമ്മൾ റിബൺ വെച്ചിട്ടുണ്ട്. ആ റിബണിന് പേപ്പറിലോട്ട് ഇംപ്രഷൻ വരുന്നുവെങ്കിൽ റിബണിൽ ടച്ച് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് കീ വരുമ്പോൾ ആ റിബണിനെ ആ പൊസിഷനിലേക്ക് പൊക്കി വയ്ക്കുന്നത് ഏതാണ്? റിബൺ വൈബ്രേറ്റർ. സോ റിബൺ വൈബ്രേറ്റർ, ദി റിബൺ lift the ribbon into position when a key is struck. It lowers it again. അതായത് നമ്മളൊരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പർ ഇംപ്രഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിബൺ വൈബ്രേറ്റർ താഴോട്ട് പോകും. വീണ്ടും അടുത്ത കീ പ്രസ് ചെയ്താലേ റിബൺ വൈബ്രേറ്റർ മുകളിലോട്ട് വരത്തുള്ളൂ. കാരണം ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഈ റിബൺ വൈബ്രേറ്ററിൻ്റെ മൂവ്മെൻറ്റ്. അങ്ങനെയാണ് ഇംപ്രഷൻ പേപ്പറിൽ വരുന്നത്. അപ്പം റിബൺ വൈബ്രേറ്റർ. ദെൻ റിബൺ സെലക്ടർ ലിവർ. റിബൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന റിബണിൽ 3 കളറുണ്ട്. ബ്ലൂ ഓർ ബ്ലാക്ക്, ദെൻ വൈറ്റ് പോയിൻ്റ്, റെഡ്. 3 കളറാണ് ഉള്ളത്. ചില ബ്ലൂ, റെഡ് ആൻഡ് വൈറ്റ് ആയിരിക്കാം, ചില ബ്ലാക്ക്, റെഡ് ആൻഡ് വൈറ്റ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഏത് കളറാണ് ടൈപ്പ് ചെയ്യാൻ വേണ്ടത് അത് സെലക്ട് ചെയ്യുന്നത് ഇതാണ് റിബൺ സെലക്ടർ ലിവറാണ്. വൈറ്റ് പോയിൻ്റ് ഉണ്ട്. വൈറ്റ് പോയിൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെൻസിൽ കട്ടിങ്ങിന് മാത്രമാണ്. വൈറ്റ് പോയിൻ്റിന് ഒരു ഇംപ്രഷൻ മാത്രമേ വരത്തുള്ളൂ, പേപ്പറിൽ കളർ വരത്തില്ല. ഇപ്പം നമുക്ക് ഒരു വേർഡ് റെഡിലായിരിക്കണമെങ്കിൽ റിബൺ സെലക്ടർ ലിവർ ഉപയോഗിച്ച് റെഡിലോട്ട് ആ പൊസിഷൻ കൊണ്ടുവച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതാണ് റിബൺ റിബൺ സെലക്ടർ ലിവർ. വിച്ച് കളർ യു നീഡ് ടു ടൈപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. സെലക്ട് റിബൺ കളർ, യൂഷ്വലി ബ്ലൂ ഓർ ബ്ലാക്ക്, റെഡ് ഓർ സ്റ്റെൻസിൽ കട്ടിങ്. സ്റ്റെൻസിൽ എന്ന് പറയുന്നത് വൈറ്റ് ആണ്, സ്റ്റെൻസിൽ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. സ്റ്റെൻസിൽ കട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് വൈറ്റ് ആണ്, ഇംപ്രഷൻ മാത്രമേ അത് വരാറുള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലൂ ഓർ ബ്ലാക്ക് ഓർ റെഡ് ഈ 3 കളറുണ്ട്. ഇതേതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് റിബൺ സെലക്ടറിൽ ഉപയോഗിക്കുന്നത്. അപ്പം അടുത്തത് പറഞ്ഞത് എസ്കേപ്മെൻറ്റ് വീല്, ടൈപ്പ് ഗൈഡ്, റിബൺ സ്പൂൾസ്, ദെൻ റിബൺ വൈബ്രേറ്റർ, റിബൺ സെലക്ടർ ലിവർ. 10 പാർട്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഫങ്ഷൻസുമാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് കാർഡ് ഹോൾഡേഴ്സ് ഓർ പേപ്പർ ബെയിൽ. കാർഡ് ഹോൾഡേഴ്സ് ഓർ പേപ്പർ ബെയിൽ. മെറ്റൽ ആംസ് or rollers that holds the paper tightly against the platen. നമ്മൾ ഫിക്സ് ചെയ്ത പേപ്പർ ടൈറ്റായിട്ട് തന്നെ ആ സിലിണ്ടറോട് ചേർന്നിരിക്കാൻ സഹായിക്കുന്നതാണ് കാർഡ് ഹോൾഡേഴ്സ് ഓർ പേപ്പർ ബെയിൽ. രണ്ടും ഒന്ന് തന്നെയാണ്, 2 പേരുകളുണ്ട്, കാർഡ് ഹോൾഡർ ഓർ പേപ്പർ ബെയിൽ. ദെൻ നെക്സ്റ്റ് ടാബ് സെറ്റ് കീ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ടാബ് സെറ്റ് കീ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി സെറ്റ് എ ടാബ് സ്റ്റോപ്പ് അറ്റ് ദി കറൻറ്റ് ക്യാരേജ് പൊസിഷൻ. നമ്മൾ ടാബ് സെറ്റ് ചെയ്തിരുന്നാൽ ക്യാരേജ് റിട്ടേൺ ലിവർ ഉപയോഗിച്ച് നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് തന്നെ ആ പൊസിഷൻ, ആ സ്റ്റാർട്ടിങ് പൊസിഷൻ തന്നെ കീ വന്ന് നിൽക്കും, ക്യാരേജ് വന്ന് നിൽക്കും. അതിനാണ് ടാബ് സെറ്റ് കീ. ദെൻ സ്പേസ് ബാർ. സ്പേസ് ബാറിന് അറിയാം നിങ്ങൾക്ക്, നമ്മൾ എഴുതിയാലും ടൈപ്പ് ചെയ്താലും ഒക്കെ ഓരോ വേർഡിനും ഇടയിൽ എന്താണ് സ്പേസ് വേണം. അതിന് സഹായിക്കുന്നത് സ്പേസ് ബാർ ആണ്. മൂവ്സ് ദി ക്യാരേജ് 1 space to the left, creating a space between
വേർഡ്സ്. ക്രിയേറ്റിംഗ് എ സ്പേസ് ബിറ്റ്വീൻ വേർഡ്സ് ആണ് സ്പേസ് ബാർ. നിങ്ങൾക്കറിയായിരിക്കും സ്പേസ് ബാർ ഏത് ഫിംഗർ ഉപയോഗിച്ചാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ടൈപ്പ് ചെയ്യണേ റൈറ്റ് ഹാൻഡിലെ തമ്പ്. റൈറ്റ് ഹാൻഡ് തമ്പാണ് സ്പേസ് ബാറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സ്പേസ് ബാർ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് തമ്പാണ്. ദെൻ ഷിഫ്റ്റ് കീ. ഷിഫ്റ്റ് കീ അറിയാം നിങ്ങൾക്ക്. റേസസ് ദി ടൈപ്പ് ബാർസ് ടു പ്രിന്റ് അപ്പർ കേസ് ലെറ്റേഴ്സ് ഓർ സിംബൽസ്. ഷിഫ്റ്റ് കീ ആണ്. ഷിഫ്റ്റ് ലോക്ക് ഉണ്ട് കണ്ടിന്യൂസ് ടൈപ്പിങ്ങിന് ഉപയോഗിക്കുന്നത്. അതും അതിനോട് ഷിഫ്റ്റ് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സോ സിംബൽസോ കിട്ടും. ഒരു ലെറ്ററോ ഒരു സിംബലോ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് കീ ആണ്. അപ്പം നെക്സ്റ്റ് മെയിൻ പാർട്സ് എന്ന് പറയുന്നത് കാർഡ് ഹോൾഡേഴ്സ്, സ്റ്റാബ് സെറ്റ് കീ, ദെൻ സ്പേസ് ബാർ, ഷിഫ്റ്റ് കീ. ക്ലിയർ ആയോ ഇത്രയും? ദെൻ ക്യാപ് ലോക്ക് ഓർ ഷിഫ്റ്റ് ലോക്ക്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്ററോ സിംബൽസോ ഒക്കെ ടൈപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏതാ? ക്യാപ് ലോക്ക് ഓർ ഷിഫ്റ്റ് ലോക്ക്. ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ കിട്ടും. അതാണ് പറഞ്ഞത് ലോക്ക് ദി ഷിഫ്റ്റ് ഫംഗ്ഷൻ ഫോർ കണ്ടിന്യൂസ് അപ്പർ കേസ് ടൈപ്പിംഗ്. ദെൻ നെക്സ്റ്റ് ബാക്ക് സ്പേസ് കീ. നമ്മളിപ്പോൾ ഒരു ലെറ്റർ അടിച്ചു, ആ ലെറ്റർ അല്ലാതെ തെറ്റിപ്പോയി, നമുക്കൊരു ബാക്ക് സ്പേസ് എടുത്ത് അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? മൂവ് ദി ക്യാരേജ് ഓൺ സ്പേസ് ടു ദി റൈറ്റ് ടു കറക്റ്റ് മിസ്റ്റേക്ക്. ബാക്ക് സ്പേസ് കീ തന്നെയാണ് മൂവ് ദി ക്യാരേജ് ഓൺ സ്പേസ് ടു റൈറ്റ് ടു കറക്റ്റ് ദി മിസ്റ്റേക്ക്. ദെൻ ടൈപ്പ് ബാർസ് ഓർ ടൈപ്പ് സ്ലഗ്സ്. ടൈപ്പ് ബാർസ് ഓർ ടൈപ്പ് സ്ലഗ്സ്, മെറ്റൽ ആംസ് ദാറ്റ് സ്ട്രൈക്ക് ദി റിബൺ ആൻഡ് പേപ്പർ ടു പ്രിന്റ് ക്യാരക്ടേഴ്സ്. അത് നമ്മളെ കീ എന്ന് പറയുന്നത് ടൈപ്പ് ബാറിൻ്റെ ഏറ്റവും അറ്റത്താണ് ആ ലെറ്റേഴ്സ് വരുന്നത്. ആ ലെറ്റേഴ്സിനെ ഹോൾഡ് ചെയ്യുന്ന ആ നമ്മൾ പറയുന്നത് മെറ്റൽ ആമിനെയാണ് നമ്മൾ ടൈപ്പ് ബാർ എന്ന് പറയുന്നത്. ടൈപ്പ് ബാർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പൊസിഷനിൽ ഏറ്റവും നടുമിഡിലായിട്ട് കാണുന്നു. എല്ലാം അവിടെയാണ് സെറ്റ് ചെയ്ത് ടൈപ്പ് ബാസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. അതിന് ടൈപ്പ് ബാറെല്ലാം റെസ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് ബാസ്ക്കറ്റിലാണ്. നമ്മൾ ഏത് കീ ആണോ പ്രസ് ചെയ്യുന്നത്, ഏത് ലെറ്ററാണോ പ്രസ് ചെയ്യുന്നത്, ആ ടൈപ്പ് ബാറിൻ്റെ അറ്റത്തുള്ള ലെറ്ററാണ് അവിടെ പതിയുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് ടൈപ്പ് ബാർസ് ഓർ ടൈപ്പ് സ്ലഗ്സ്. ദെൻ സ്പേസ് ബാർ മൂവ്സ് ദി ക്യാരേജ് ഓൺ സ്പേസ് ടു ദി ലെഫ്റ്റ് ക്രിയേറ്റിംഗ് സ്പേസ് ബിറ്റ്വീൻ വേർഡ്സ്. ദെൻ മാർജിൻ സ്റ്റോപ്പ്. മാർജിൻ സ്റ്റോപ്പിന് ലെഫ്റ്റിലും റൈറ്റിലും മാർജിൻ ഉണ്ട്. നമുക്ക് രണ്ട് സൈഡിലും മാർജിൻ സെറ്റ് ചെയ്ത് വയ്ക്കാം. മാർജിൻ സെറ്റ് ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടൈപ്പിംഗ് ബൗണ്ടറീസ്. ദെൻ മാർജിൻ റിലീസ് കീ. നമ്മൾ മാർജിൻ സെറ്റ് ചെയ്തു, നമ്മൾ റൈറ്റ് സൈഡിൽ മാർജിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിംഗ് മാർജിന് ഒരു 5 സ്പേസ് മുമ്പ് ഒരു ബെൽ മെക്കാനിസം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ബെല്ല് കേൾക്കും. പിന്നെ ഒരു 5 ക്യാരക്ടറെ മുന്നോട്ട് നീങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 6 ലെറ്റർ അടിക്കണം, 6 ക്യാരക്ടർ അടിക്കണം, അല്ലെങ്കിൽ 7 ക്യാരക്ടർ അടിക്കണം. എങ്കിലേ ആ വേർഡ് കംപ്ലീറ്റ് ആവുള്ളൂ. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വേർഡാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാർജിൻ റിലീസ് ഉപയോഗിച്ച് ആ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് മാർജിൻ സെറ്റിംഗ് മാറ്റിയിട്ട് ആ 3 ക്യാരക്ടേഴ്സും കൂടെ ടൈപ്പ് ചെയ്യാം. അതിന് സഹായിക്കുന്നതാണ് മാർജിൻ റിലീസ് കീ. ബെൽ മെക്കാനിസം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാർജിൻ റിലീസ് കീ. സോ ക്യാപ് ലോക്ക് ഓർ ഷിഫ്റ്റ് ലോക്ക്, ബാക്ക് സ്പേസ് കീ, ടൈപ്പ് ബാർസ് ഓർ ടൈപ്പ് സ്ലഗ്സ്, ദെൻ സ്പേസ് ബാർ, മാർജിൻ സ്റ്റോപ്പ്, മാർജിൻ റിലീസ് കീ. ക്ലിയർ ആയോ? ഇത്രയാണ് മെയിനായിട്ട് നമ്മളൊരു ടൈപ്പ് റൈറ്ററിൽ കാണുന്ന മെയിൻ പാർട്സുകൾ. നമുക്ക് ടൈപ്പ് ചെയ്യാൻ ശരിയായ രീതിയിൽ ടൈപ്പ് ചെയ്ത് പോകാൻ ഈ കാര്യങ്ങൾ, ഈ 20 ഫങ്ഷൻസും നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ എസ്കേപ്മെൻറ്റ് മെക്കാനിസം. ഇതിൽ പ്രധാനമായിട്ടും 3-4 മെക്കാനിസം ഉണ്ട്. എസ്കേപ്മെൻറ്റ് മെക്കാനിസം, ബെൽ മെക്കാനിസം, കീ മെക്കാനിസം. കീ മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ടൈപ്പ് റൈറ്ററിനെ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസങ്ങൾ. അതിൽ എസ്കേപ്മെൻറ്റ് മെക്കാനിസം controls how the carriage moves after each key stroke. When a key is pressed, the key stem pushes the hammers upwards. The hammers are connected to the corresponding type bars that carry the letter or symbol. The escapement wheel controls the advance of the carriage and ensures that each keystroke moves the paper incrementally, aligning with the next character to be printed. ഈ എസ്കേപ്മെൻറ്റ് മെക്കാനിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന 2 എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്. ലൂസ് ഡോഗും റിജിഡ് ഡോഗും. ലൂസ് ഡോഗ് എന്ത് ചെയ്യുന്നത്? ഹോൾസ് ദി ടൂത്ത് ഓഫ് ദി എസ്കേപ്മെൻറ്റ് വീൽ or carry. Then when it release that, then loosened by the rigid dog. അപ്പോൾ എസ്കേപ്മെൻറ്റ് മെക്കാനിസം ലൂസ് ഡോഗിൻ്റെയും റിജിഡ് ഡോഗിൻ്റെയും സഹായത്തോടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എസ്കേപ്മെൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ കറക്റ്റായിട്ട് ക്യാരേജ് മൂവ് ചെയ്യുന്നതിനാണ് എസ്കേപ്മെൻറ്റ് മെക്കാനിസം ഉപയോഗിക്കുന്നത് നമ്മൾ. ദെൻ കീ മെക്കാനിസം.
Next important mechanism is key mechanism. The key mechanism consists of several moving components that work together to produce a typing action. What is that? Key mechanism consists of several moving components that work together to produce a typing action. At the heart of this assembly is the key lever. നമ്മൾ കീ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നേരത്തെ കീ എന്ന് പറയുന്നത് ടൈപ്പ് സ്ലഗ്സ് ഓർ ടൈപ്പ് ബാർസ് ഉണ്ട്. അതിൻ്റെ അറ്റത്തിലാണ് നമ്മൾ ഓരോ ലെറ്റേഴ്സും പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ പേപ്പറിൽ പതിയുന്നത് റിബണിലൂടെ. അപ്പോൾ അതിന് ദ ഹാർട്ട് ഓഫ് ദിസ് അസംബ്ലി ഈസ് ദി കീ ലിവർ വിച്ച് ആക്ടിവേറ്റ് ദി എസ്കേപ്മെൻറ്റ് മെക്കാനിസം. എസ്കേപ്മെൻറ്റ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യുന്നത് ലൂസ് ഡോഗും റിജിഡ് ഡോഗുമാണ്. സോ ബോത്ത് ആർ ഇന്റർലി കണക്റ്റഡ്. Then the key lever is connected to linkage that transfer the motion to the carriage of the impact bar. അപ്പം ഇവിടെ key mechanism consists of several moving components that work together to produce a typing action. At the heart of this assembly is the key lever which activate the escapement mechanism. The key lever is connected to the linkage that transfer the motion to the carriage or the impact bar. ഇതാണ് key mechanism എന്ന് പറയുന്നത്. Then next is detent or ratchet mechanism. Detent or ratchet mechanism. That means what? Holds the carriage in place. Carriage-നെ ആ പ്ലേസിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. Holds the carriage and controls the stepping motion. സ്റ്റെപ്പിംഗ് മോഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് ഡിറ്റൻറ്റ് ഓർ റാച്ചറ്റ് മെക്കാനിസം ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആണ് നമ്മൾ ടൈപ്പിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്ന മെക്കാനിസമാണ് റാച്ചറ്റ് മെക്കാനിസം. ദെൻ മെൽ മെക്കാനിസം, അതാണ് ഞാൻ പറഞ്ഞത്. റിംഗ് വെൻ യു ആർ നിയർ ദി എൻഡ് ഓഫ് എ ലൈൻ. ദാറ്റ് ഈസ് എ സിമ്പൽ. അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ റൈറ്റ് സൈഡിൽ മാർജിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ക്യാരക്ടർ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ബെല്ല് കേൾക്കും. അപ്പം മനസ്സിലായിക്കോണം, ഒരു 5 ലെറ്റേഴ്സ് കൂടെ 5 ക്യാരക്ടേഴ്സേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് യു വാണ്ട് ടു ടൈപ്പ് മോർ ദെൻ വി ക്യാൻ യൂസ് മാർജിൻ റിലീസ്. അവിടെ റിലീസ് കീ ഉണ്ട്. ആ റിലീസ് കീ ഉപയോഗിച്ച് മാർജിൻ റിലീസ് ചെയ്ത് ബാക്കി ക്യാരക്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബെല്ല് കേട്ടാൽ മനസ്സിലായിക്കോണം 5 ക്യാരക്ടർ കൂടെ മൂവ് ചെയ്യത്തുള്ളൂ. അതിനുള്ളൊരു വാണിംഗ് ആണ് ബെൽ മെക്കാനിസം. എങ്കിലേ നമുക്ക് ആ റൈറ്റ് സൈഡിലെ മാർജിൻ കറക്റ്റായിട്ട് വരത്തുള്ളൂ. നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുന്നത് പോലെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം അവസാനമല്ല, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ആദ്യം ചെയ്തിട്ടാണ് നമ്മൾ പേപ്പറിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. കമ്പ്യൂട്ടർ നേരെ തിരിച്ചാണ്, നമ്മളെല്ലാം ചെയ്തിട്ട് പിന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഇത് നടക്കത്തില്ല. നമ്മൾ പ്രിൻ്റ് എടുത്താണ് പോകുന്നത്, പ്രിൻ്റ് പിന്നെ എടുക്കുന്നില്ല, പ്രിൻ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ബെൽ മെക്കാനിസം കേൾക്കുമ്പോൾ ഒരു ടൈപ്പിസ്റ്റ് ആർക്കേണ്ട എന്താണ്? ഈ ഒരു 5 ക്യാരക്ടർ കൂടെ നീങ്ങത്തുള്ളൂ. നമുക്കുള്ളൊരു വാണിംഗ് ആണ് ടൈപ്പ് ചെയ്യുന്ന ആൾക്കുള്ള. അതാണ് ബെൽ മെക്കാനിസം. ദെൻ ബൈക്രോം റിബൺ മെക്കാനിസം അലൗസ് ടൈപ്പിംഗ് ഇൻ 2 കളേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു റിബണിൽ 3 കളറുണ്ട്, ബ്ലാക്ക് ഓർ ബ്ലൂ, ദെൻ റെഡ് ആൻഡ് വൈറ്റ്. നമുക്ക് ഇപ്പോൾ 2 കളറിൽ ഒന്നിച്ച് ടൈപ്പ് ചെയ്യണമെങ്കിൽ ബൈക്രോം റിബൺ മെക്കാനിസം ഉപയോഗിച്ച്, കാര്യം ഒരു ക്യാരക്ടറിൻ്റെ ഹാഫ് ഒരു കളറും ഹാഫ് വേറൊരു കളറും വേണം, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ലെറ്റേഴ്സ് വേണം. അതിനൊക്കെ നമുക്ക് ഈ മെക്കാനിസം ഉപയോഗിക്കാം. അപ്പോൾ പ്രധാനമായിട്ടുള്ള മെക്കാനിസം എസ്കേപ്മെൻറ്റ് മെക്കാനിസം, key mechanism, detent or ratchet mechanism, bell mechanism and bicro ribbon mechanism. ഈ പ്രധാനപ്പെട്ട മെക്കാനിസമാണ് ഈ പറഞ്ഞതെല്ലാം, ഈ 5 എണ്ണവും. ഈ മെക്കാനിസം എൻ്റെ ബലത്തിലാണ്, അല്ലെങ്കിൽ ഇതിനനുസൃതമായിട്ടാണ് നമ്മൾ ടൈപ്പ് റൈറ്റർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പാർട്സ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ എന്താണ് ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഉള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അതായത് വളരെ ആപ്റ്റായിട്ട് നമ്മൾ എഴുതണമെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ മെക്കാനിസം എന്താണ് അതിൻ്റെ ഫങ്ഷൻ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. എങ്കിൽ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് 5 മെക്കാനിസമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാർട്സ് ആൻഡ് ഫങ്ഷൻസ്, മെക്കാനിസംസ്, ഇതാണ് ഇത്രയിൽ പറഞ്ഞത്. അപ്പോൾ ഇതിന് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത സെഷനിലോട്ട് വരാം. അത് അടുത്ത സെക്ഷനിൽ ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും.